പോക്കോ ഏറ്റവും പുതുതായി ഇന്ത്യയിൽ പുറത്തിറക്കിയ ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണാണ് പോക്കോ C55. നമുക്ക് പരിശോധിക്കാം പോക്കോ C55ന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ഇപ്പോൾ തന്നെ വിശേഷിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാം പ്രൈസ് ഒരു അല്പം കുറവാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്. എന്തായാലും നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് ഫോണിന്റെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ഫോണിലേക്ക് വരാം. ഫോണിന്റെ ബാക്ക് കാണിക്കാൻ വരട്ടെ. ഇതിന്റെ ബാക്കിൽ ഇതുപോലെ സിം ഇജക്ടർ പിൻ ഉണ്ട്. അതുപോലെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ടൈപ്പ് സി ചാർജിങ് കേബിൾ അല്ല, ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മൈക്രോ USB ചാർജിങ് കേബിൾ ആണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ടെന്ന് അറിയില്ല, ഇതിനകത്ത് മൈക്രോ USB ചാർജിങ് കേബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് വളരെ കുറവാണ്. അതുപോലെ ചാർജർ നോക്കിയാൽ വളരെ കുഞ്ഞനൊരു ചാർജറാണ്. ഈ കാണുന്ന പോലെ തന്നെ 10 വാട്ടിന്റെ ചാർജർ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനോടൊപ്പം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈവൻ ഇതിന്റെ ഒരു ബാക്ക് കേസ് പോലും സ്മാർട്ട് ഫോണിന്റെ ബോക്സിനോടൊപ്പം കൊടുത്തിട്ടില്ല എന്ന് പറയാം. അതെ, കൊടുത്തിട്ടില്ല. അതുപോലെ ഒരു യൂസർ മാനുവൽ നോക്കി എല്ലാം മൊത്തത്തിലൊരു ലാളിത്യം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സിൽ കാണാനുണ്ട്. പ്രൈസ് അതുകൊണ്ട് തന്നെ വളരെ കുറവായിരിക്കും എന്ന് എനിക്ക് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തോന്നി. എനിവേ നമുക്ക് ഫോൺ കാണണ്ടേ? യെസ്. പക്ഷേ ഈ ഒരു ലാളിത്യം എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ലാളിത്യം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്കിൽ കാണാനല്ല, ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിരിക്കുന്നത്. നോക്കി, ഒരു ലെതർ ഫിനിഷ്, അടിപൊളി, ഒരു പ്രീമിയം സ്മാർട്ട് ഫോൺ. എനിക്ക് തോന്നുന്നു 25,000 രൂപ വില വരുന്ന സ്മാർട്ട് ഫോണിന്റെ ഒരു ലുക്ക് എന്തായാലും കൊടുത്തിട്ട് ആ ബോക്സിലൊക്കെ കണ്ട ആ കുറവുകളൊന്നും ഈ ഒരു ഫോണിന്റെ ബാക്കിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പോക്കോ എന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡ് പുറത്തിറക്കുന്ന ഓരോ ഫോണുകളിലെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു വലിയ ക്യാമറ മൊഡ്യൂൾ കൊണ്ട് വ്യത്യസ്തമാകുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. എന്തിനായാലും അതിമനോഹരമായിട്ടുള്ള ബാക്ക്, ലെതർ ഫിനിഷ്, ഒന്നും പറയാനില്ല, കിടിലൻ ലുക്ക്. ഈ ഒരു ലുക്കിന് 100-ൽ 100 മാർക്കും കൊടുക്കണം. അതുപോലെ ഫിംഗർ പ്രിന്റ് ഒക്കെ ബാക്ക് സൈഡിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ഒരു പ്രൈസ് കുറഞ്ഞ ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ആണെന്ന് അതിന്റെ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സത്യത്തിൽ 2 ക്യാമറകൾ മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്കിൽ ഇതുപോലെ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. അതുപോലെ താഴെ മൈക്രോ USB ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, ഇവിടെ വന്നിട്ട് ഇതുപോലെ മൈക്രോഫോൺ കാണാം. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മറ്റൊരു പ്രത്യേകത, ഈ ഒരു ബാക്ക് അതേ കളർ തന്നെയാണ് ഈ ഒരു സൈഡ് പാനലിലും കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വലിയ കാര്യം. 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. അത് വില കുറഞ്ഞ സ്മാർട്ട് ഫോണുകളിലൊക്കെ വരും. വില കൂടിയ സ്മാർട്ട് ഫോണുകളാണ് 3.5mm ഓഡിയോ ജാക്ക് വരാത്തത്. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ പോക്കോ എന്നും പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞത്, ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ലെതർ ഫിനിഷ് കൊടുത്തിട്ടുണ്ടെങ്കിലും പോളി കാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ 8.77 മില്ലിമീറ്റർ തിക്നെസ് മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല. അതുപോലെ 192 ഗ്രാമേ ഉള്ളൂ. പക്ഷേ 192 ഗ്രാം പോലും വെയിറ്റ് കയ്യിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പിടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല. കാണാൻ എന്തായാലും ഗുഡ് ലുക്കിംഗ് ആണെന്നുള്ള കാര്യം എടുത്തു പറയട്ടെ. ഇതിന്റെ ഒരു ഡിസ്പ്ലേ കുറിച്ച് പറഞ്ഞാൽ 6.71 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് HD റെസൊല്യൂഷനേ ഉള്ളൂ, ഫുൾ HD റെസൊല്യൂഷൻ ഇല്ല. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിഫ്രഷ് റേറ്റ് വന്നിട്ട് നോർമൽ റിഫ്രഷ് റേറ്റ് ആണ്, ഹയർ റിഫ്രഷ് റേറ്റ് ഒന്നുമില്ല. മൊത്തത്തിൽ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പല കാര്യങ്ങളിലും പോക്കോ ശ്രമിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 60 ഹെഡ്സ് റിഫ്രഷ് റേറ്റേ ഉള്ളൂ എങ്കിലും ടച്ച് സാമ്പിളിംഗ് റേറ്റ് 120 ഹെഡ്സ് കൊടുത്തിട്ടുണ്ട്. ടച്ചിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ നമുക്ക് ഫീൽ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും. ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഡിസ്പ്ലേ ഭയങ്കര സംഭവം എന്നൊന്നും വിശേഷിപ്പിക്കാൻ ഒന്നുമില്ലെങ്കിലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്, കുഴപ്പമില്ല. ഇതിന്റെ പ്രൈസ് കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ കൃത്യമായിട്ടൊന്ന് വിലയിരുത്താൻ സാധിക്കും. എന്നാലും ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിന്റെ ബോക്സ് കാണുന്ന ഇടം തൊട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും അതിന് സംശയം ഉണ്ടാവില്ല. എന്തായാലും കുഴപ്പമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി ഇതിന്റെ ഒരു പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ Helio G85 എന്ന് പറയുന്ന 4G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. അപ്പോൾ ഇതൊരു 4G സ്മാർട്ട് ഫോണാണ്, 5G അല്ല. മാത്രമല്ല ഈ പറഞ്ഞ പോലെ MediaTekന്റെ Helio G85 എന്ന് പറയുന്ന 4G പ്രോസസറിൽ ഒരു മീഡിയം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസർ തന്നെയാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 6GB റാം ഉണ്ട്, അതൊരു വലിയ കാര്യമാണ്. അതുപോലെ 128GB ഇന്റേണൽ മെമ്മറി വേരിയന്റ് കൊടുത്തിട്ടുണ്ട്. സാധാരണ പ്രൈസ് കുറയ്ക്കുമ്പോൾ റാം ഈ പറഞ്ഞ പോലെ 4ഉം 3ഉം 2ലേക്കൊക്കെ കുറയുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്തായാലും 6GB റാം കൊടുത്തിരിക്കുന്നു എന്നുള്ളതും അതുപോലെ 128GB ഇന്റേണൽ മെമ്മറി വേരിയന്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതും നല്ല കാര്യം. ഈ ഒരു റാം ടൈപ്പ് എന്ന് പറയുന്നത് LPDDR4X റാം ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററിയെ കുറിച്ച് പറഞ്ഞാൽ 5000 mAh ബാറ്ററി ഉണ്ട്, പക്ഷേ 10 വാട്ടിന്റെ ചാർജർ മാത്രമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ 5000 mAh ചാർജ് ചെയ്യാൻ എന്തായാലും നല്ലൊരു സമയം എടുക്കും. പക്ഷേ നമ്മൾ രാത്രിയൊക്കെ ചാർജിന് ഇടുന്നവർക്ക് ഒരു വലിയ പ്രശ്നം അത് ഉണ്ടാക്കില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. ഈ പറഞ്ഞ പോലെ ചാർജിംഗ് പോർട്ട് എന്ന് പറയുന്നത് ഒരു മൈക്രോ USB ആണ്. അതൊരു ടൈപ്പ് സി ചാർജിംഗ് പോർട്ടെങ്കിലും കൊടുക്കാൻ വരുന്നത്. കാരണം ഇപ്പോൾ വരുന്ന എല്ലാ ഫോണുകളിലോടും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ്. അപ്പോൾ നമ്മൾ അഥവാ ചാർജർ കൊണ്ടുപോയില്ലെങ്കിലും അല്ലെങ്കിൽ വേറെ ആളുടെ ചാർജറൊക്കെ വാങ്ങി ചാർജ് ചെയ്യുമ്പോൾ ടൈപ്പ് സി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ ബാക്കിൽ 2 ക്യാമറയേ ഉള്ളൂ. 50 മെഗാപിക്സലിന്റെ ഒരു പ്രൈമറി സെൻസറും 2 മെഗാപിക്സലിന്റെ ഒരു AI സെൻസറുമാണ്. ഇതിന്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് വാട്ടർ ഡ്രോപ്പ് നോച്ചിൽ 5 മെഗാപിക്സലിന്റെ ഒരു സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഓക്കെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പിന്നെ 50 മെഗാപിക്സലിന്റെ പ്രൈമറി സെൻസർ കൊടുത്തിരിക്കുന്നത്
കൊടുത്തിരിക്കുന്നത് കൊള്ളാം. ഇപ്പോൾ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 1-2 ഫോട്ടോസ് എടുത്ത് നോക്കാം. ഇതിപ്പോൾ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് എടുത്ത ഫോട്ടോ ആണ്. കാണാൻ വലിയ തരക്കേടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. ആ ഒരു 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് എന്ന് പറഞ്ഞോട്ടെ. 5 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ മാത്രമേ ഉള്ളൂ. സെൽഫി ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ സെൽഫി ക്യാമറയും ഓക്കെ എന്നേ പറയുന്നുള്ളൂ. ഭയങ്കര സംഭവമൊന്നുമല്ല, കുഴപ്പമില്ലാത്ത സെൽഫി ഔട്ട്പുട്ടും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് മാക്സിമം ഇത്തരത്തിൽ 1080 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷവോമിയുടെ MIUI 13 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അതുപോലെ ആൻഡ്രോയിഡ് വെർഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ആൻഡ്രോയിഡ് 12 ആണ്. അപ്പോൾ ആൻഡ്രോയിഡ് 13 കഴിഞ്ഞ് ആൻഡ്രോയിഡ് 14 ഇപ്പോൾ അതിന്റെ ഡെവലപ്പർ പ്രിവ്യൂ വന്നു കഴിഞ്ഞു. പക്ഷേ ഇതിനകത്ത് ആൻഡ്രോയിഡ് 12 ആണ്. ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ആണെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് 13 നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും ആൻഡ്രോയിഡ് 12 കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സ്പീക്കർ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ മോണോ സ്പീക്കർ ആണ് നൽകിയിരിക്കുന്നത്. സാധാരണ പോക്കോ ബജറ്റ് ഫ്രണ്ട്ലി ഫോണുകളിൽ പോലും സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ്. പക്ഷേ എന്തായാലും ഇതിനകത്ത് മോണോ സ്പീക്കർ കൊടുത്തുള്ളൂ. എന്തായാലും സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ്? അതുപോലെ ഈ ഒരു ഫോൺ ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു പ്രൈസ് റേഞ്ചിലും IP52 വാട്ടർ റെസിസ്റ്റൻസ് നടത്തുന്നുണ്ട്. വാട്ടർ റിപ്പല്ലന്റ് ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. കുറച്ച് മഴത്തുള്ളികളൊക്കെ വീണാലും വലിയ പ്രശ്നങ്ങളൊന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരികയില്ല. ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വരുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസിനെ കുറിച്ച് നോക്കണം. കുറച്ച് പ്രീ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്കറിയാം പോക്കോയുടെയൊക്കെ ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണിനകത്ത് പോലും ബ്ലോട്ട് വോയിസുകൾ എന്നറിയപ്പെടുന്ന ഇത്തരത്തിൽ പ്രീ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. സിലി, സ്നാപ്ചാറ്റ്, സ്പോട്ടിഫൈ, നെറ്റ്ഫ്ലിക്സ്, മോജ്, ലിങ്ക്ഡിൻ, അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ്, പിന്നെ കുറച്ച് ഗെയിമും അങ്ങനെയുള്ള ഫേസ്ബുക്ക് അങ്ങനെയുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗ് ആണ്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഇതിന്റെ പ്രൈസ് പുറത്ത് വന്നിട്ടുണ്ടാവും. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിലോ ടൈറ്റിലോ അല്ലെങ്കിൽ തമ്പനെയിലോ എങ്കിലും തന്നെ ഇതിന്റെ ഒരു പ്രൈസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. എസ്പെഷ്യലി ഈ ഒരു ഫോണിനകത്ത് ഇതിന്റെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ ഒരു ഫോണിന്റെ പ്രൈസെങ്കിലും ആ പ്രൈസിൽ നിന്നെല്ലാം ഉയർന്നു നിൽക്കുന്ന ഒരു ലുക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. പിന്നെ ഒരുപാട് പ്രതീക്ഷകളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വെച്ച് പുലർത്താനും ആവില്ല. അത്ര കണ്ട് ഭയങ്കര സംഭവമായിട്ട് ഈ ഒരു ഫോണിനെ അവർ അണിച്ചൊരുക്കിയിട്ടുമില്ല. പോക്കോയുടെ C സീരീസ് എന്ന് പറയുന്നത് ബജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വാട്ടർ ഡ്രോപ്പ് നോച്ച്, അതുപോലെ മൈക്രോ USB ചാർജിംഗ് പോർട്ട്, അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ അത് HD റെസൊല്യൂഷനേ ഉള്ളൂ, 10 വാട്ടിന്റെ ചാർജറേ ഉള്ളൂ. അതൊക്കെ ഇതിന്റെ കുറവുകളാണ്. അത് ഈ ഒരു ഫോണിന്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് അത് കുറവാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. നല്ല ഒരു ബജറ്റ് ഫ്രണ്ട്ലി പ്രൈസിംഗിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കുന്നെങ്കിൽ അതൊരിക്കലും ഒരു കുറവല്ല എന്നും നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.